നമസ്കാരം. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $68. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില പല നഗരങ്ങളിലും നേരിയ വ്യത്യാസമുണ്ടാകും. എങ്കിലും പെട്രോൾ ലിറ്ററിന് ശരാശരി വില 102 രൂപയാണ്. കേരളത്തിൽ 105 രൂപ ഈടാക്കുന്ന ജില്ലകളുമുണ്ട്. മുംബൈ നഗരത്തിൽ ഇന്നത്തെ പെട്രോൾ വില 103 രൂപയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നേരിയ ഒരു വില വർധനവ് വരുന്ന വേളയിൽ തന്നെ സമരങ്ങളാൽ നിറയുമായിരുന്നു തെരുവുകൾ. എന്നാൽ ക്രമേണ വില കൂടി പെട്രോൾ ലിറ്ററിന് 100 രൂപ കടന്നിട്ടും ഇപ്പോൾ ഒരു പ്രതിഷേധവുമില്ല. വളരെ രസകരമായ കാര്യം, അമേരിക്കയിലും പാകിസ്ഥാനിലുമെല്ലാം ഇന്ത്യയേക്കാൾ പെട്രോളിന് 21 രൂപ കുറവാണത്രേ. ഫിനാൻഷ്യൽ എക്സ്പ്രസ് നൽകിയ വാർത്തയിലാണ് ഇക്കാര്യമുള്ളത്. ഇന്ത്യയേക്കാൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെയുള്ള പെട്രോൾ വില ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ വളരെ കുറഞ്ഞ നിരക്കേ വരുന്നുള്ളൂ. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അമേരിക്കയിലെയും വിലകൾ സൂചിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പ്രചരിക്കുന്നുണ്ട് എന്നും വാർത്തയിൽ പറയുന്നുണ്ട്. അമേരിക്കയിൽ 1 ലിറ്റർ പെട്രോളിന് 79.4 രൂപയും പാകിസ്ഥാനിൽ 80.4 രൂപയുമാണ് വില. ചൈനയിൽ 94.5 രൂപയും ബംഗ്ലാദേശിൽ 85 രൂപയുമാണ് വില. ഭൂട്ടാനിൽ പെട്രോളിന് 58.8 രൂപയേ ഉള്ളൂവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇൻഫോഗ്രാഫ്സ് ഡേറ്റയിൽ വ്യക്തമാക്കുന്നത്. ലിബിയ, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ പെട്രോളിന് 2.5 രൂപയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ഉയർന്ന വില നൽകേണ്ടി വരുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന നികുതിയാണ് ഒരു പ്രധാന കാരണം. ഇന്ത്യയിൽ ഇന്ധന നികുതി ഉയർന്നതാണ്. കേന്ദ്രത്തിന്റെ എക്സൈസ് നികുതി, സംസ്ഥാനങ്ങളുടെ വാറ്റ് അല്ലെങ്കിൽ വിൽപ്പന നികുതി, കൂടാതെ ഡീലർമാരുടെ കമ്മീഷൻ എന്നിവ പെട്രോളിന്മേൽ ഈടാക്കുന്നു. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ എണ്ണവില വലിയ തോതിൽ കുറഞ്ഞാലും ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില കുറയാൻ സാധ്യത വളരെ കുറവാണ്. നേരത്തെ ആഗോള വിപണിയിൽ വില കുറഞ്ഞ വേളയിൽ കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതിയിൽ നേരിയ മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. ഓരോ ദിവസവും പെട്രോളിനും ഡീസലിനും വില പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു ഇന്ത്യയിലെ പതിവ്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എണ്ണ കമ്പനികളാണ്. ഇന്ത്യ ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എങ്കിലും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കൂടുതലാണ്. ഇന്ത്യയും ആഭ്യന്തര ഉൽപാദനത്തിന് പ്രോത്സാഹനം നൽകി വരുന്നുണ്ട്. ഇറാനും ലിബിയയുമെല്ലാം പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളായാണ് അവിടെ കുറഞ്ഞ നിരക്കിൽ പെട്രോൾ വാങ്ങാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.